بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഒത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു ശരിയായ രീതിയിൽ മനുഷ്യജീവിതം എത്തുമ്പോഴാണ് മുഅ്മിൻ എന്ന പദവി കിട്ടുക. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ മഹാഭാഗ്യം നൽകട്ടെ. ചുറ്റുപാടും അവൻ പ്രകാശം നിറയ്ക്കുന്നവനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രകാശം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ചുറ്റിലുമുള്ളവർക്ക് മനുഷ്യേതര ജീവികളാണെങ്കിൽ പോലും അവന്റെ ഒരു സേവനം എത്തുമെന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. പരിശുദ്ധ ഖുർആൻ. ഇവിടെ ജീവിക്കുമ്പോൾ ചുറ്റും പ്രകാശം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ നാളെ അവിടെ ചെല്ലുമ്പോൾ ചുറ്റിലും പ്രകാശം കിട്ടൂ എന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചുറ്റും പ്രകാശമുള്ള ആളുകളെ കാണാൻ കഴിയും. റബ്ബിന്റെ കോടതിയിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആണുങ്ങളെയും കാണാം, അങ്ങനെ സ്ത്രീകളെയും കാണാം. അവര് നിൽക്കുന്നിടത്ത് അവരുടെ മുന്നിലും പിന്നിലും ചുറ്റിലും അവരുടെ പ്രകാശം എങ്ങനെ വെള്ളമൊഴുകുന്ന പോലെ വിസരണം സംഭവിക്കും എന്ന് ഖുർആൻ. ബുശ്റാകുമുൽ യൗം. അന്ന് നിങ്ങൾക്ക് സന്തോഷ. ജന്നാതു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗ്ഗമാ ആ സന്തോഷം എന്ന് ഖുർആൻ. ഇപ്പൊ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ഒരു വെളിച്ചാണ്. യഥാർത്ഥത്തിൽ അവനോട് വിരോധം കാണിക്കുന്ന ആളോടും അവൻ വെളിച്ചാ കൊടുത്തിട്ടുള്ളത്. സൂര്യനെ പോലെ ആകണമെന്നാ പറഞ്ഞത്. സൂര്യനെ പുച്ഛിച്ച് തെറി പറഞ്ഞു ഒരാള് ഒരു ദിവസം പ്രദോഷത്തിൽ. ഒരു സായാഹ്നത്തിൽ സൂര്യന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞു. മറ്റേ പ്രഭാതത്തിൽ സൂര്യനെ പിന്തുണച്ചവനും സൂര്യനെ പ്രശംസിച്ചവനും ഏതുപോലെയാണോ വെളിച്ചമെത്തിച്ചത് അതുപോലെ തന്നെയാ തലേ സായാഹ്നത്തിൽ സൂര്യനെ ചീത്ത പറഞ്ഞവനും സൂര്യൻ വെളിച്ചമെത്തിക്കാം. സൂര്യപ്രകാശം എല്ലായിടത്തും എത്തിപ്പെടേണ്ടടുത്ത് ഒരാൾക്ക് കൂടുതൽ മറ്റേയാൾക്ക് അത്രയില്ല. അവിടെ കൂടുതൽ കൊടുത്തുകൊണ്ട് ഇവിടെ അങ്ങനില്ല. സൂര്യപ്രകാശം എല്ലാവർക്കും എത്തേണ്ടതിന്റെ എല്ലാ ന്യായമായ ഘട്ടത്തിലും പൂർണ്ണമായി തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഒരു വെളിച്ചം അങ്ങനെയാണ് എല്ലായിടത്തും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ചുറ്റിലും വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞേ പറ്റൂ. ആ വെളിച്ചം നമ്മുടെ സഹായം, നമ്മളാൽ കഴിയുന്നത് ചെയ്യണം എന്നതാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അവരുടെ സ്നേഹം യർമൂക്കിന്റെ രണഭൂമിയിൽ മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹു ബദരീകളിൽപ്പെട്ട ആളാണ്. ഇടത്തെ ചെവിയുടെ താഴെ വെട്ടേറ്റ് കഴുത്ത് ഇടത്തേക്ക് ഒടിഞ്ഞിങ്ങനെ കിടക്കുക, രക്തം വാർന്നൊലിക്കുക, മരിക്കുമെന്നത് തീർച്ച, അങ്ങനെ മരണത്തിലേക്ക് വഴുതി പോവാം.
ഇയാസ് എന്ന മഹാനായ സ്വഹാബിക്ക് ആരോ കുടിക്കാൻ മരണത്തിന്റെ ദാഹജലം കൊണ്ടുവന്നു കൊടുത്തു. ഇയാസിന്റെ ചെരിവ് ഇടത് വശത്തേക്കാ. അപ്പോൾ വലത്തെ വശത്ത് കിടക്കുന്ന ആളെ നന്നായിട്ട് കാണാൻ പറ്റും. കണ്ണിലൊക്കെ ഇരുട്ട് വന്നു തുടങ്ങി, മരണത്തിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുക. മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹു മങ്ങിയ വെളിച്ചത്തിൽ തന്റെ വലതുവശത്ത് കിടക്കുന്ന ഇക്രിമയെ കണ്ടു. ആരാണ് ഇക്രിമ? അബൂജഹലിന്റെ മകനാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടന്നവനാ. മക്കം ഫതഹില് മഹാനായ ഇക്രിമ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് മാപ്പ് പറഞ്ഞ കലിമ ചൊല്ലാണ്. ബോധ്യപ്പെടൽ എപ്പോഴാ ഉണ്ടായിട്ടുള്ളത്? ഇക്രിമയെ വധിക്കുന്നവന് ഇനാം പ്രഖ്യാപിച്ച ഒരു സന്ദർഭമുണ്ട്. ആ പ്രഖ്യാപനം മക്കയുടെ പരിസരങ്ങളിൽ നിറഞ്ഞു നിന്ന നേരത്ത് മുലകുടിപ്രായത്തിലുള്ള കുഞ്ഞുമായ ഒരു പെണ്ണ് വന്നുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, നാണിച്ചിട്ട് വരാത്തതാ നബിയെ, കുറെ ദിവസമായി കെലിമ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങയോട് വല്ലാത്ത ഇഷ്ട. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇക്രിമയാണ്. പ്രഖ്യാപനങ്ങൾ മുഴുവൻ പിൻവലിക്കാൻ അവിടെ ആഹ്വാനം വന്നു. ഇക്രിമയെ പുതുമാപ്പിൽ ചേർത്തുകൊണ്ട് പരിശുദ്ധ ദീനിൽ കൂട്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ മകനായ ഇക്രിമ. ആ ഇക്രിമയാണ് ഇയാസിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. മഹാനായ ഇയാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മരണത്തിന്റെ ദാഹജലത്തെ ഇക്രിമയ്ക്ക് പതുക്കെ പതുക്കെ തള്ളി തള്ളി കൊടുത്തു. എന്റെ ഇയാസെ, നീ കഴിച്ചോ, നീ കുടിച്ചോ. ഇക്രിമയും വെട്ടേറ്റ് കിടക്കുന്ന തളർന്ന ശരീരം വീണ്ടും പതുക്കെ പതുക്കെ ഇക്രിമ ഇയാസിന്റെ നേരെ ആ വെള്ളം തള്ളി തള്ളി കൊടുത്തു. രണ്ടുപേരുടെയും നടുവിൽ രണ്ടാളും ആ വെള്ളം കുടിക്കാതെ ആ വെള്ളം ബാക്കിയായി ഇരുവരും ലോകത്തോടെ യാത്ര പറഞ്ഞു. മരണത്തിന്റെ അവസാന നേരത്തും നന്മ ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു. അറിയുന്നില്ല നന്മയാണോ എന്ന്. ഒരു ചെടിക്ക് വെള്ളമൊഴിച്ചു രാവിലെ ഒരു സഹോദരി. എത്ര കൂലി അതിന് കിട്ടാൻ? ഒരു കിളിക്ക് വെള്ളം വെച്ചു കൊടുത്തു, ഒരു കോഴിക്ക് ഗോതമ്പ് വാരിയിട്ട് കൊടുത്തു, പശുവിന് പുല്ലു കൊടുത്തു. എത്ര കൂലിയാ അതിലൂടെ ഒരാള് സ്വായത്തമാക്കാം. എന്തിനേറെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വിഷമം വന്നു, ഒന്ന് കയറി സമാധാനിപ്പിച്ചു. ശ്രദ്ധിക്കണം, ഒരു രോഗിയെയാണ് സന്ദർശിക്കുന്നത് എങ്കിൽ ഒരുപാട് നേരം അവിടെ സമയം കഴിച്ചു കൂട്ടാൻ പാടുള്ളതല്ല. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് പറയാം. ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് ആപത്തായിട്ട് ചെല്ലരുത്. മറക്കാൻ ശ്രമിക്കുന്നതിനെ ഓർമ്മപ്പെടുത്താനായി ചെല്ലരുത്. സമാധാനം കൊടുക്കാൻ കഴിയുന്ന രീതികൾ, അതിനുള്ള കുറഞ്ഞ വാക്കുകൾ, അതുമായി സമാധാനിപ്പിക്കുക. എത്ര വലിയ പുണ്യമാ. അപ്പുറത്തെ വീട്ടിൽ തിരക്ക് പിടിച്ച് കല്യാണക്ഷണത്തിന്റെ ഓട്ടത്തിലാ. അപ്പോഴുണ്ട് വാഹനം ഓടിച്ച് സഹായിക്കാൻ ഞാനും കൂടാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരന്റെ കൂടെ കൂടൽ, അതൊരു പുണ്യമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نفس عن مؤمن كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة. ഇവിടുത്തെ പ്രയാസത്തിൽ സഹായിക്കുന്ന ആൾക്ക് ഖിയാമത്തിന്റെ പ്രയാസങ്ങൾ ഏറെയുണ്ട്. അത് മുഴുവനും അല്ലാഹു ലളിതമാക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഞെരുക്കക്കാരൻ ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും ആ എളുപ്പമാക്കിയവന് അള്ളാഹു എളുപ്പമാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവന്റെ അപാകതകൾ അതിവേഗം നമ്മുടെ ചെവിയിലെത്താറുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഐബ്, ഒരു കുറവ്, അവന്റെ കുടുംബത്തിലെ കുറവ് നമ്മുടെ ചെവിയിലെത്തിയാൽ അത് പരസ്യമായി ചിത്രീകരിച്ചുകൊണ്ട് അതിലൂടെ ആർത്തട്ടഹസിച്ച് ചിരിക്കലല്ല, അതിനെ രഹസ്യമായി ഉണർത്തി ഓർമ്മപ്പെടുത്തി അതിൽ നിന്നും ആ മുസ്ലിമിനെ തിരുത്തലാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും കരണീയം. അങ്ങനെ ചെയ്യുന്നവന്റെ 1000 ഐബുകളെ അള്ളാഹു മറച്ചു വെക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. സ്വഹീഹ് മുസ്ലിം. തന്റെ സുഹൃത്തിനെ, തന്റെ സഹോദരനെ, തന്റെ സഹോദരിയെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു സഹായിക്കുന്നുണ്ട്. ഇപ്പുറം ആ സഹായത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഈമാനിന്റെ ഒരു വലിയ കഴിവ് തന്നെയാണ്. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു അത് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേരെ സഹായിക്കാനും ഒരുപാട് പേർക്ക് സ്നേഹം കൊടുക്കാനും ഒക്കെ കഴിയുക എന്നതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. സ്വാർത്ഥത
പലപ്പോഴും നമ്മളെ നന്മകൾ നശിപ്പിക്കുന്നിടത്തേക്ക് എത്തിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഒരാൾക്ക് നിന്നോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും ശത്രുതയൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ അവനെ ഒഴിച്ചു കളയരുത്, അവനെ മാറ്റി നിർത്തരുത്. അവന്റെ കയ്യിലുള്ളത് തിന്മയാണ്, നെഗറ്റീവ് ആണ് എങ്കിൽ നിന്റെ കയ്യിലുള്ളത് നന്മയാ, പോസിറ്റീവാണ്. ഈ നന്മ അവിടെ ചെന്ന് ആ തിന്മ മുഴുവനും നാശമാവണം. അവന്റെ കയ്യിലുള്ളത് ഇരുട്ടാ, നിന്റെ കയ്യിലുള്ളത് വെളിച്ച. നീ വെളിച്ചം അവിടെ കൊടുത്താൽ ആ ഇരുട്ട് പോകും എന്ന് ഖുർആൻ. ഇരുട്ടിനെ പ്രകാശം കൊണ്ട് നിങ്ങൾ നേരിടണം, തിന്മയെ നന്മ കൊണ്ട് നേരിടണം. ആ സമയം ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിന്നോട് ശത്രുത പുലർത്തുന്ന അവൻ നിന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടക്കാരനായി മാറുന്ന മാന്ത്രികം ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുണ്ട്. എന്നോട് ഇന്ന് വൈകിട്ട് ഒരാൾ വിളിച്ച്, തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരു പ്രിയപ്പെട്ട ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വയസ്സായി ഉസ്താദെ, 52 വയസ്സായി. 52 വയസ്സിൽ എൻ്റെ എറണാകുളത്തെ ഒരു വസ്തു വിറ്റുപോകണം. 2-3 കോടി രൂപയുടെ വസ്തുവുണ്ട്. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. ഞാൻ ഇത്രയും ജീവിച്ചില്ലേ, അൽഹംദുലില്ലാ. വലിയ ത്യാഗവും പ്രയാസവും ഇടങ്ങേറൊക്കെ ഉണ്ട് അവർക്ക്, രോഗങ്ങളും. ഒരു രോഗത്തിന്റെ വിവരം പറയാൻ എന്നെ വിളിച്ചു തന്നെ. എന്നിട്ട് അവര് പറയാ, മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഹദിയ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്യണം. ഒരു നല്ല മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പലയിടത്തും ഹദിയ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഹദിയ ചെയ്യുന്നു ആളുകൾ. ഒരുപാട് നല്ല മനുഷ്യരെ നമ്മൾ കാണാറുണ്ടല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിരിവിൽ ഒരു കുറവുമില്ല, എല്ലായിടത്തും പിരിവ്. ഇനി പിരിവ് നടക്കുന്നത് പള്ളികളിൽ മാത്രമല്ല, ഈ പിരിവിന് പുറമെ പിരിവ് തികയാതെ വന്ന് ഇനിയിപ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട കോറം ഒരു മാസം പൂർണ്ണമായില്ലെങ്കിൽ റോഡ് സൈഡിലുണ്ടാവും പോലീസുകാർ, ഹെൽമെറ്റിനും സീറ്റ് ബെൽറ്റിനും അല്ലാത്ത പിരിവ്, എല്ലാ പിരിവുകളായിട്ടൊരു കുറവില്ല. പക്ഷെ മനുഷ്യർ മടുക്കുന്നില്ല കൊടുക്കുന്നിടത്ത്. നിസ്വാർത്ഥമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ച കുറെ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ ബോധിപ്പിച്ചിട്ടില്ല. 18 കോടി രൂപയുടെ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഓൺലൈനിൽ ഒരു റിക്വസ്റ്റ് വന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ചികിത്സക്ക് വേണ്ടിയുള്ള 18 കോടിയിൽ ആദ്യം 1 കോടി രൂപ വന്ന് വീഴാ. അതിന്റെ ഉടനെ തന്നെ ഒരു മെസ്സേജും, ഈ പേര് പുറത്തു പറയരുത് എന്ന്. മീഡിയകൾ 1 കോടി രൂപ കൊടുത്ത ആള് ഒരുപാട് പ്രശംസകൾ ആഗ്രഹിക്കാതെ തന്നെ മൂടിവെക്കണം, മറച്ചു വെക്കണം എന്ന് പറഞ്ഞതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവരിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരുന്നു. ഒരു മുസ്ലിമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ എത്ര ആളുകൾ. നമ്മുടെ കയ്യിലുള്ളത് പേമാരിയിൽ കിട്ടിയ ഒരു കുടയാണെങ്കിൽ അത് ആര് ചുവട്ടിൽ നിന്നാലും അവരൊന്നും മഴ നനയാത്ത വിധമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയത് കൂരിരുട്ടിലെ ഒരു ടോർച്ചാണെങ്കിൽ അത് ആര് തെളിച്ചാലും അതിന്റെ വെളിച്ചം എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു ചിലരുടെ കയ്യിൽ ചിലത് കൊടുത്തേൽപ്പിച്ചിരിക്കാതെ എല്ലാവർക്കും കൊടുക്കാനാവും. അങ്ങനെയാ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്? സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്, ഒരു ഒട്ടകം സഞ്ചരിക്കുന്നു. ഒട്ടകം സഞ്ചരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന തുകൽപാത്രത്തിലെ വെള്ളം പോലെയാ സാമ്പത്തിക സ്കെയിൽ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തിന്റെ പുറത്ത് കയറിയവർക്കറിയാം അതൊരു വല്ലാത്ത യാത്ര തന്നെയാണ്. കേറിയിട്ടുണ്ടോ? ഞാൻ കേറിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ പുറത്ത് കയറിയാൽ അറിയാൻ പറ്റും ഒട്ടകത്തിന്റെ യാത്ര എങ്ങനെ എന്നത്. അതെങ്ങനെ ആടി ഉലയും തുളുമ്പും. തുകൽപാത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു അരികിൽ ഇപ്പോ തുളുമ്പിയ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വലിയ താമസമല്ല, അത് അപ്പുറത്തെ ഭാഗത്തേക്ക്, ആ തുകൽപാത്രത്തിന്റെ അപ്പുറത്തെ അരികിലേക്ക് വെള്ളം കയറാൻ. അപ്പൊ ഇവിടെ ഇരിക്കും, അവിടെ കൂടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തള്ളുന്ന വെള്ളം പോലെയാ സമൂഹത്തിന്റെ സാമ്പത്തിക സ്കെയിൽ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നിപ്പോ ഇവിടെയാണെങ്കിൽ അടുത്ത തലമുറ അപ്പുറത്താണത്. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പഴയ കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നവരവര് ഇപ്പൊ ഒന്നുമില്ല.
ചിലരെ കുറിച്ച് പറയും ഒന്നുമില്ലാതെ എങ്ങനെ ജീവിച്ചവരവര് ഇപ്പൊ വലിയ നിലയിലായി. ഇതങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക സ്കെയിൽ മാറുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിലനിൽക്കണോ? അതിനൊരു വഴിയുണ്ട്. ഇമാം തുബറാനി അവിടെ തൽമുഅ്ജമിൽ പറയുന്ന ഒരു ഹദീസാൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഖൽഖൻ, അല്ലാഹുവിന് ഒരു വിഭാഗം സൃഷ്ടികളുണ്ട്. ഖലഖഹും, അല്ലാഹു അവരെ പടച്ചു വച്ചിരിക്കുന്നത് ലിഹവായിജിന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി. ഹോസ്പിറ്റലിലെ ബില്ല് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അവർ നിരന്തരം അതിൽ നിരതരാണ്. ജനങ്ങൾക്ക് അവരോട് ഒരുപാട് സങ്കടങ്ങൾ ചെന്ന് പറയാനുണ്ട്. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, ഇവരുടെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കൽ. അള്ളാഹുവിന്റെ ഒരു തരത്തിലുള്ള ശിക്ഷകളും അവരെ പിടികൂടൂല. റബ്ബിന്റെ അദാബിൽ അവർ നിർഭയരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പുറത്തെ വീട്ടിലെ വെളിച്ചെണ്ണപ്പാത്രം ഇപ്പുറത്തെ വീട്ടുകാർക്ക് സുപരിചിതമാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്നും പഞ്ചസാര വാങ്ങാൻ ചെല്ലും, അത് ഇപ്പുറത്തെ വീട്ടുകാർക്ക് സുപരിചിതമാണ്. അങ്ങനെ ഒരു പതിവുണ്ട്, ഒരു സഹകരണം. നല്ല ഭക്ഷണം വെച്ചാൽ കൊടുക്കാം, ഇല്ലാത്തത് കൊടുക്കാം. പരസ്പരം സഹകരണം വേണം. എന്നാൽ ചില ആളുകളുണ്ട്, മറ്റുള്ളവരോട് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് തോന്നലില്ലാത്തവര്. കറി വെക്കുമ്പോ ചാറ് അധികരിപ്പിക്കണമെന്ന് മഹാനായ അബൂദറിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാൻ നമുക്ക് കഴിയും. സഹകരണ ബോധമില്ലാത്തവര് സമൂഹത്തിൽ ഉണ്ട്. അവരെ കൊണ്ടാണ് ഈ തകർച്ച മുഴുവൻ. വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് പാവങ്ങള് വീട് നഷ്ടപ്പെട്ട് നാട് നശിച്ച് നാശമായി കിടക്കുന്നു. ജീവിതങ്ങൾ കുറെ പോയി, കുറെ ആളുകൾ മരിച്ചു. കോടിക്കണക്കിന് ഉറുപ്പിക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകി എത്തുമ്പോഴുണ്ട് വയനാട്ടിലേക്കുള്ള പണപ്പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ഹർജിക്കാരൻ വയനാട് ഫണ്ടിലേക്ക് 25,000 രൂപ ഫണ്ട് പിരിവ് കൊടുത്ത് പിഴയടച്ച് അവൻ സമാധാനമായി മാറി നിൽക്കണമെന്ന് കോടതി വിധിച്ചു. പണി കിട്ടി. 25,000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അത് കോടതിയിലല്ല, വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ചിലരുണ്ട് കൊടുക്കു തിന്നോല തീറ്റിക്കുമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ അങ്ങനെയുള്ളവര് സമൂഹത്തിന് നാശമാ. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്. عن النعمان بن بشير رضي الله عنه قال النبي صلى الله عليه وسلم مثل المدخن في حدود الله والواقع فيها مثل قوم استهموا السفينة. സഹകരണ ബോധമില്ലാത്തവരൊരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നറിയുമോ? നിറയെ യാത്രക്കാരുമായി സഞ്ചാരത്തിൽ ഏർപ്പെട്ട ഒരു കപ്പൽ പോലെ. فصار بعضهم في أسفلها وصار بعضهم في أعلاها. കപ്പലിലെ പാവപ്പെട്ട ആളുകളും കൂലിപ്പണിക്കാരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമൊക്കെ കപ്പലിന്റെ താഴെ തട്ടിലും കപ്പലിന്റെ മേലെ തട്ടിൽ മേലാളന്മാർ, മുതലാളിമാർ. കപ്പലിൽ യാത്ര തുടരുന്നു. നടുകടലിലെത്തി. ഹബീബ് പറയാണ്, ആ സമയം ഫകാനല്ലദീ ഫി അസ്ഫലിഹാ യമറുന ബിൽ മാഇ അലല്ലദീന ഫീ അഅലാഹാ. കപ്പലിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്നത് മുകളിലെ തട്ടിലാണ്. താഴെയുള്ളവർ മുകളിൽ ചെന്നുകൊണ്ട് വെള്ളമെടുക്കാനും മറ്റും ചെന്നു. തിരമാല കീറി മുറിച്ചു പോകുന്ന കപ്പൽ ആടി ഉലയുമ്പോൾ, വെള്ളം താഴേക്ക് തുളുമ്പുമ്പോൾ മുകളിലുള്ളവർക്കതൊരു പ്രയാസമായി തോന്നി.
താഴേന്ന് വരുന്നവരോട് വരണ്ടാന്ന് പറഞ്ഞ് പ്രവേശന കവാടം അവര് കൊട്ടിയടച്ചു. നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട. ഹബീബായ നബി തങ്ങൾ പറയാ, ചിന്ത കുറഞ്ഞ വിവരം കുറഞ്ഞ താഴെത്തട്ടിലെ പാവപ്പെട്ടവരെന്ത് ചെയ്തു? സാധാരണ നാട്ടിൽ വെച്ച് വെള്ളത്തിന്റെ ആവശ്യം വന്നാൽ കൈക്കോട്ടും പിക്കാസും വെച്ച് ഭൂമി കുഴിക്കലാ പതിവ്. അപ്പൊ വെള്ളം കിട്ടും. ഒരു ചിന്ത അത്രേ ഉള്ളൂ. അങ്ങനെ മഴവെടുത്തു. കപ്പലിൽ കിണറ് കുഴിക്കാൻ തുടങ്ങി. ചിലര് ചോദിച്ചു, എന്തിനാ ഇപ്പൊ അത് കുഴിക്കുന്നത്? അല്ല, മുകളിൽ ചെന്ന് വെള്ളം എടുക്കാൻ ചെന്നപ്പോ അവർക്ക് പ്രയാസമായല്ലോ. അങ്ങനെ എന്നെ കൊണ്ട് ഒരാളും പ്രയാസം പെടണ്ട. എനിക്കാണെങ്കിൽ വെള്ളം വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം, അതുകൊണ്ട് കുഴിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് കഥ നിർത്തി ഒരു ദുരന്തം പറഞ്ഞു വെച്ചു. അവരൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒന്നും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കപ്പൽ ദുരന്തം ഒഴിവാകുമായിരുന്നു. അങ്ങനെയാ, കപ്പൽ കുഴിച്ചു പോകും. സഹകരിക്കാത്ത ആളുകൾ, സമൂഹത്തിൽ സഹകരിക്കാത്ത ആളുകൾ, വിരോധമാണ്. അങ്ങനെയാണ് റമദാനിൽ കിറ്റ് കൊടുക്കാം. ഇപ്പൊ എന്തേ ഒരു 3-4 വീട് ഒഴിവാക്കിയിട്ടു. എന്തേ? അവര് ഞാനായിട്ട് അത്ര രസത്തിലല്ല, അതുകൊണ്ട് എന്റെ കെയറോഫിൽ അവരുടെ പേര് ഞാൻ പറയൂല. അങ്ങനൊന്നുണ്ടോ? ഇല്ല. മറ്റൊരാളോടുള്ള വിരോധം അയാൾക്കൊരു നേട്ടം കിട്ടുന്നതിൽ തടസ്സമാവല്ലേ. ഖുർആൻ സൂറത്തുൽ മാഇദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കൊരു നന്മ കിട്ടുന്നതിൽ നമ്മൾ തടസ്സമാവാൻ അയാളോടുള്ള വിരോധം ഒരു കാരണമായി പറയല്ലേ. വത്തഖുല്ലാഹ്, തഖ്വ ഇല്ലാതെ പോകും, തഖ്വ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നിങ്ങളാൽ ചെയ്യല്ലേ. നിങ്ങളതിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കണം. നമ്മളാൽ ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടല്ലേ. നിങ്ങൾ നീതി ചെയ്തോ. ഹുവ അഖ്റബു ലിത്തഖ്വാ, കൂടുതൽ തഖ്വയുള്ള ഹൃദയമുണ്ടാവാൻ അത് മതിയെന്ന് ഖുർആൻ. വത്തഖുല്ലാഹ്, അല്ലാഹനെ പേടിക്കണോട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉള്ളും പുറവും അറിയാവുന്നവനാ അല്ലാഹ്. അല്ലാഹു കരുണ ചെയ്യട്ടെ. സ്വഹാബികളെ കുറിച്ച് പ്രകീർത്തിക്കപ്പെട്ടോടത്തൊക്കെ ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുതാദി വേദവ്യാസൻ പാടിയതാ. സ്വഹാബികളെ കുറിച്ച് വർണ്ണിച്ചോടുത്ത്, അവരുടെ അടയാളം പറഞ്ഞോടുത്ത്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. വേദവ്യാസൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭവിഷ്യപുരാണത്തിൽ, പിൽക്കാലത്ത് വരാൻ പോകുന്ന BC 2000 കാലഘട്ടത്തിലാ വേദവ്യാസൻ ജീവിച്ചത് എന്ന് പറയുന്ന ചരിത്രം ഉണ്ട്. എങ്കിൽ അയാൾക്ക് ശേഷം പിന്നീട് 1600 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളെ കുറിച്ച് പറയാം. അടയാളങ്ങൾ പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട്. ലിംഗച്ഛേദി, ചലാകർമ്മം ചെയ്യപ്പെട്ടവരാ വരാനുള്ളവർ. പന്നിയൊഴിച്ചുള്ള മിക്കവാറും മാംസങ്ങൾ അവർ കഴിക്കും. തലയിൽ കുടുമ വെക്കാത്തവരാ, മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കാത്തവരാ, പരസ്പര സ്നേഹമുള്ളവരാ. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വരാ.
പരസ്പര സ്നേഹം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു, പരസ്പര സ്നേഹം. അവരിങ്ങനെ കൊടുത്തതും അവരിങ്ങനെ പങ്കുവെച്ചതും പടച്ചോനെ എത്രയാ. മദീനയില് വന്നുകൂടിയ മക്കക്കാർക്ക് പകുതി കൊടുക്കണം എന്നാ പറഞ്ഞത്. പകുതി കൊടുത്തപ്പോൾ എല്ലാം പകുതിയാക്കി. അവസാനം ആലോചിച്ചു, സ്വഹാബി വീട്ടിൽ വന്നപ്പോ 2 ഭാര്യ ഉണ്ടല്ലോ, വന്നയാള് കല്യാണവും കഴിച്ചിട്ടില്ല. 2 ഭാര്യമാരോട് ആലോചിച്ചു, ഞാൻ നിങ്ങളിൽ ഒരാളെ ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിഞ്ഞാൽ ഇന്നയാള് നിങ്ങൾക്ക് വരനായി വരും, നിങ്ങളതിൽ സഹകരിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യമാര് സഹകരിച്ചു. അങ്ങനെയാണ് സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ വരനായി നിശ്ചയിക്കുകയും ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ നഫരിസ് സുജൂദ്. സ്വഹാബികളെ കുറിച്ച് വേദവ്യാസൻ പറഞ്ഞതിനേക്കാളും ഖുർആൻ പറഞ്ഞു, അടയാളങ്ങൾ പറഞ്ഞു പരസ്പരം അങ്ങുമിങ്ങും കരുണ ചെയ്യുന്നവർ, സ്നേഹിക്കുന്നവർ. ഒരു വല്ലാത്ത മനുഷ്യത്വം നിർബന്ധ. മക്കം ഫതഹിന്റെ ആരവങ്ങളാ. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടാണ് സ്വഹാബികള്. മക്ക ജയിച്ചടക്കി. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയതാ, തിരിച്ചെത്താ. ഒരു പ്രവാസിയുടെ മനസ്സെങ്ങനെയായിരിക്കും? എല്ലാം ജയിച്ചടുക്കി തക്ബീറിന്റെ ധ്വനികളുമായി സ്വഹാബത്ത് ഓടി വരുമ്പോ സ്വഹാബികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അവരുടെ സന്തോഷ പ്രകടനങ്ങളിൽ മുന്നിലാ, സ്വഹാബത്ത് പിന്നിലാ. സയ്യിദുനാ റസൂലുള്ളാഹി റിസാലത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്വഹാബികൾ അതിശീഘ്രം അവരുടെ കുതിരകളെ പായിച്ചു കൊണ്ടുപോകുമ്പോ മുന്നിൽ പോകുന്ന സ്വഹാബിയെ പിടിച്ചു നിർത്തി, വിളിച്ചു നിർത്തി, മോനെ നീ വേഗതയിൽ നിന്റെ കുതിരയെ പായിച്ചു കൊണ്ടുപോകുമ്പോ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാറയുടെ തണലിൽ പ്രസവിച്ചു കിടക്കുന്ന ഒരു നായ, അതിന്റെ കുഞ്ഞു കുട്ടികൾ ഓടി നടക്കുന്നോടത്ത് നിന്റെ കുതിരയുടെ കുളമ്പടിയിൽ നിന്നും ചൂടുള്ള മണല് തെറിച്ച് വീഴൽ പോലും അപരാധം, മെല്ലെ പോവണേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹ കൊടുത്തത് എവിടെയും സ്നേഹം. ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് വന്നു പോയ നബിമാര് മുഴുവനും ആടുമേച്ചവരാ. അങ്ങനെയാ, വലിയ ശമ്പളത്തിനൊന്നും പോയിട്ടില്ല അവര്. صحيح البخاري عن ابي هريره قال رسول الله ما بعث الله نبيا الا راعى الغنم. ആടുമേക്കാത്ത ഒരു നബിയും ലോകത്ത് വന്നിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതങ്ങനെ പറയാം, ആടുമേക്കാത്ത ഒരു നബിയും വന്നിട്ടില്ല. റസൂലുള്ളാഹിയെ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു സ്വഹാബി എഴുന്നേറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിച്ചു, നബിയേ വ അൻത യാ റസൂലല്ലാഹ്, ആട് മേക്കാൻ അങ്ങും പോയിട്ടുണ്ടോ? നഅം നഅം, ഞാനും ആട് മേച്ചിട്ടുണ്ട്. കുന്തു അർആല ഖറാരീത ലി അഹ്ലി മക്ക, മക്കക്കാർക്ക് വേണ്ടി ചില്ലറ ദീനാർ തുട്ടുകൾ കൂലി വാങ്ങിയിട്ട് ഞാനും പല ഗോത്രങ്ങളിൽ കാലങ്ങളോളം ആട് മേച്ചിട്ടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആട് മേക്കാൻ നബിമാരെ അല്ലാഹു നിയോഗിച്ചത്? ഫത്ഹുൽ ബാരി വ്യാഖ്യാനിക്കുന്നു, അൽ ഹിക്മത്തു ഫീ ഇൽഹാമിൽ അംബിയാ മിൻ റഈൽ ഗനമി ഖബല അൻ-നുബുവ. നുബുവത്തിന് മുമ്പായിരിക്കും അമ്പിയാക്കൾ ആട് മേച്ചിട്ടുണ്ടാവാം, നിർബന്ധം. എന്താണ് കാരണം? ഒരു സമൂഹത്തിന്റെ സങ്കടം ഒപ്പിയെടുക്കുന്നിടത്ത് ഒരു പ്രിയപ്പെട്ട പ്രവാചകർ, ഒരു പ്രിയപ്പെട്ട നബി ആ സങ്കടം ഒപ്പിയെടുക്കുന്നിടത്ത് ഒരു പരിശീലനം കിട്ടാൻ നല്ല ക്ഷമ വേണം. ആടിനെ മേച്ചു കൊണ്ടുപോകണം. ആടിനെ മേക്കുന്നിടത്ത് സ്നേഹ കൊടുക്കേണ്ടത് ശകാരല്ല. ലോകത്ത് ഏറ്റവും ടെൻഷനും ദേഷ്യവും വരുന്ന ഒരു പണിയാണ് ആട് മേക്കൽ. പോത്തിന് മേക്കാൻ അത്രയും പ്രയാസമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, ആട് 3 3 തരത്തിലെ പോവാം. താറാവ് അങ്ങനെ പോവില്ല.
ആടിനൊരു 3-4 ഒരുമിച്ച് ഒരാൾ കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ മുഖം ഒരിക്കലും ചിരിക്കാൻ പറ്റിയ മുഖമായിരിക്കില്ല. കാരണം ആടിന്റെ വഴിക്ക് അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടായി. മൂസാ നബിയെ ശുഐബ് നബിയുടെ മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വർഷങ്ങളോളം ആടുമേച്ച ആളാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. സൂറത്ത് ഹൂദിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. അപ്പോൾ ശുഐബ് നബിയുടെ വീട്ടിൽ ആട് മേക്കാൻ വേണ്ടി ഒരിക്കൽ പോയിപ്പോ മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ വലത്തേക്ക് വഴി തിരിയുന്നോടത്ത് അങ്ങ് വലത്തേക്ക് പോകണം, അവിടെ ഇടത്തേക്ക് വഴിയുണ്ട്, അങ്ങോട്ട് പോവരുത്. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം ഇടത്തേക്ക് പോവണ്ട വന്നു. എന്തേ? ആട് മേക്കാവുന്ന ഉത്തരവാദിത്തത്തിൽ വഴി അവിടെ എത്തിയപ്പോ ആടൊക്കെ കൂടിയിട്ട് പുല്ലെടുത്ത അവസ്ഥ അങ്ങോട്ട് പോയി. ആട് മേക്ക എന്ന ഉത്തരവാദിത്തമുള്ള മൂസാ നബി ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അതിന്റെ കൂടെ തന്നെ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ കൂടി വേണം. മൂസാ നബിയെ അള്ളാഹു പിന്നീട് പിടിച്ചു. എന്താ അങ്ങോട്ട് പോയത്? ആടിന്റെ പിന്നാലെ പോയി. അതാണ് ആട്. ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ആടിനെ പിടിച്ച് വെള്ളത്തിലിറക്കണ മാതിരി എന്ന് പറയുന്നുണ്ട്. ആടിനെ പിടിച്ച് വെള്ളത്തിലിറക്കണ മാതിരി എന്ന് പറയാറുണ്ട്. എന്തേ? വെള്ളം കൊണ്ടുകൊടുത്തിട്ട് ആടിനെ പിടിച്ച് വലിച്ചു ആട് അങ്ങോട്ട് വലിക്കും. ഒരു വലിയ സ്നേഹവും ക്ഷമയും കേട്ടൊരു സംഭവം പറയാം. അഹ്മദ് സമർഖന്ദി പറയുന്നുണ്ട്, മഹാനായ മൂസാ നബിക്ക് അല്ലാഹു സഫിയ എന്ന പദവി കൊടുത്തു. ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റിയായി പറയുന്നത്. അല്ലാഹു സഫി എന്ന പദവി കൊടുത്തു. മൂസാ നബിക്ക് പദവി കിട്ടി. എന്തപ്പോ എനിക്ക് ഇപ്പൊ പദവി കിട്ടാൻ കാരണം? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മൂസാ നബിക്ക് അത്ഭുതമായി, യാ റബ്ബു ബിഅയ്യി ശൈഇൻ ഇത്തഖദതനി സഫിയ. അല്ലാഹുവോട് മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ നിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരിൽ സഫി എന്ന പദവിയിലേക്ക് വളരെ ചുരുക്കം ആളുകളെ നീ തെരഞ്ഞെടുത്തപ്പോ പാവപ്പെട്ട എന്നെ നീ എന്തിന്റെ പേരിലാ സഫി എന്ന പദവിയിലേക്ക് തെരഞ്ഞെടുത്തത് അല്ലാഹ്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കാം. അപ്പൊ അല്ലാഹു പറഞ്ഞു, റഹ്മത്തുക അലാ ഖൽഖി, എന്റെ സൃഷ്ടികളോട് ഒക്കെ അങ്ങേക്ക് കരുണയില്ലേ? എന്റെ സൃഷ്ടികളോടെല്ലാം അങ്ങേക്ക് ഒരു പ്രത്യേക സ്നേഹമില്ലേ? എന്റെ സൃഷ്ടികളോടൊക്കെ അങ്ങേക്ക് ഒരു പ്രത്യേക സ്നേഹമില്ലേ? ഫഇന്നക കുൻത, അങ്ങ് ഓർക്കുന്നുണ്ടോ? ശുഐബ് നബിയുടെ വീട്ടുവേലയിൽ അങ്ങ് ഏർപ്പെട്ട കാലഘട്ടത്തിൽ അങ്ങ് ആട് മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒരു ആട്ടിൻ കുട്ടിയെ ഒരു ദിവസം കാണാതെ പോയി. ആ ആടിനെ അന്വേഷിച്ചു കൊണ്ടങ്ങ് പിന്നാലെ പോയി. കുറെ നടന്നു, കുറെ നേരം പോയി. ആടിനെ തേടിയ പിന്നാലെ വെയിൽ കൊണ്ട് പോയതിന്റെ പേരിൽ അങ്ങേക്ക് അന്ന് വല്ലാത്ത ക്ഷീണം ബാധിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങ് കുറെ തേടി നടന്നതിന് ശേഷമാണ് ആടിനെ അങ്ങേക്ക് കിട്ടിയത്, ആട്ടിൻകുട്ടിയെ കിട്ടിയത്. ഓർക്കുന്നുണ്ടോ? അതേ റബ്ബേ, ഞാൻ സന്ധ്യയോടടുത്ത നേരത്തെ ആടിനെനിക്ക് കിട്ടിയത് ഒരാട്ടുകുഞ്ഞ്. ആ സമയത്ത് ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയ നേരത്ത് അങ്ങ് ആ ആട്ടിൻകുട്ടിയെ അണച്ച് പിടിച്ചിട്ട് സ്നേഹത്തോടുകൂടെ മടിയിലിട്ട് പുന്നാരിച്ചില്ലേ? അതേ റബ്ബേ, അന്ന് ആടിനോട് അങ്ങ് പുന്നാരിച്ച് പറഞ്ഞ വർത്തമാനം ഇതല്ലേ? അങ്ങേക്ക് ഓർമ്മയില്ലേ? യാ മിസ്കീന, ഓ മിസ്കീനായ ആട്ടിൻകുഞ്ഞെ, ഓ പാവം ആട്ടിൻകുഞ്ഞെ. മിസ്കീൻ എന്ന് പറഞ്ഞ പാവം, എന്റെ പാവം കുഞ്ഞെ, പാവം ആട്ടിൻകുഞ്ഞെ. ഓ എന്റെ കുഞ്ഞാട്ടുകുഞ്ഞെ, എന്റെ പുന്നാരാട്ടുകുഞ്ഞെ, നീ എന്നെ ക്ഷീണിപ്പിച്ചിട്ടോ? നീ എന്നെ ക്ഷീണിപ്പിച്ചു. ഞാൻ നടന്ന് വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ ക്ഷീണിച്ച പോലെ നീയും ക്ഷീണിച്ച് വാടിപ്പോയല്ലോ
എന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ അന്ന് വൈകുന്നേരം ആട് ബിരിയാണി വയ്ക്കും. മനസ്സിലായില്ല? ഇതിനെ മൂസാ നബി പുന്നാരിച്ച് സ്നേഹിച്ച്, ഞാൻ നടന്ന് ക്ഷീണിച്ചു, നീയും ക്ഷീണിച്ചല്ലോ, എന്നെ പോലെ തന്നെ നീ ഒരു കുഞ്ഞല്ലേ, നീയും വഴിതെറ്റി ക്ഷീണിച്ചല്ലോ എന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് മടിയിലിട്ട് അങ്ങ് പുന്നാരിച്ചത് അള്ളാഹുവിന് ഇഷ്ടമായി. അമ്പിയാക്കൾക്ക് വളരെ വിരളം കൊടുക്കുന്ന സുഫി എന്ന പദവിയിലെത്താൻ ഒരു നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തത് ആട്ടിൻ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ടാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസബ്ബുദ്ദീഖത, പൂവൻ കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ, പൂവൻ കോഴിയെ ചീത്ത പറയല്ലേ. നിസ്കരിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന പണിയാ അല്ലാഹു പൂവൻ കോഴിക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അതുകൊണ്ട് അതിനോടൊരു റെസ്പെക്ട് വേണം. പശുവിനെ കറക്കുന്നവൻ അകിടിൽ പിടിക്കണോ, കയ്യിന്റെ നഖം കൃത്യമായി മുറിച്ച് ശുദ്ധിയാക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ആടിനെ ചെവിയിൽ പിടിച്ചു വലിക്കല്ലേ, അതിന്റെ കഴുത്തിലെ കയറിൽ പിടിച്ചു വലിക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സ്നേഹ പിടിപ്പിച്ചത്, ഇതൊക്കെ നന്മയാ, ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റിയാ. മറ്റുള്ളവരോട് ഒരു വിഷമം. കേട്ടോ, കുറെ ആളുകളുണ്ട് സ്വർഗത്തിൽ പോകുന്നവർ. ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു അനിൽ ഹസനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ബുദലാ ഉമ്മത്തി ലം യദ്ഖുലുൽ ജന്നത ബികഥറതി സ്വലാത്തിഹിം വലാ സിയാമിഹിം. എൻ്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് നിസ്കരിച്ചിട്ടല്ല അവർ സ്വർഗത്തില്. എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ഒരുപാട് നോമ്പെടുത്തിട്ടല്ല അവർ സ്വർഗത്തില്. അല്ലാഹുവേ കേൾക്കണേ, നിസ്കാരം കൊണ്ടുമല്ല നോമ്പ് കൊണ്ടുമല്ല അവർ സ്വർഗത്തില്. വലാകിൻ ദഖലൂഹാ, അവരെങ്ങനെയാ സ്വർഗത്തിലെത്തിയതെന്നറിയുമോ? ബിസലാമത്തി സുദൂരിഹിം, അവരുടെ മനസ്സിൽ കള്ളത്തരമില്ല, അവരുടെ മനസ്സിൽ കുശുമ്പില്ല, അവരുടെ മനസ്സിൽ മറ്റുള്ളവരോട് വിരോധമില്ല. വസഖാവത്തി അൻഫുസിഹിം, എല്ലാവർക്കും കൊടുക്കണം, എല്ലാരെയും സ്നേഹിക്കണം, ഇതാണ് അവരുടെ നിയ്യത്ത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗം സ്വർഗം. നബി മുഹമ്മദ് മുസ്തഫ ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്, ജനങ്ങളോട് അലിവ് തോന്നാത്തവനോട് അല്ലാഹ്ക്ക് അലിവില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണങ്ങളായി പറഞ്ഞത്, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ഒരുപാട് പാടുപെടണം. ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ഒരുപാട് പാടുപെടണം. നാലാള് നല്ലത് പറയണം നമ്മളെക്കുറിച്ച് നാലാള് നല്ലത് പറയണം. എപ്പോഴാ ഇതൊക്കെ നമ്മൾ അനുഭവിക്കാം? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കിതൊക്കെ അനുഭവിക്കാൻ കഴിയും. നാലാള് നല്ലത് പറയുന്ന ഒരു മനുഷ്യനായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ജീവിതം കൊണ്ട് ആഖിറം സമ്പാദിക്കാനുള്ള എല്ലാ വിജയവും, എല്ലാ നിലക്കുമുള്ള നേട്ടവും, എല്ലാ പക്വതയും ചിന്തയും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ.